ഓം ശാന്തി 5/1/2014 എന്ന അവ്യക്ത ബാബ്ദാദയുടെ മധുരമഹാവാക്യങ്ങളാണ്. മുരളിയുടെ സാരാംശം: വിശ്വമംഗളം ചെയ്യുന്നതിനുള്ള സഹജമായ മാർഗമാണ് ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഏകാഗ്രത. ബാബ പറയുകയാണ്, തന്റെ നിരാകാരി സാകാരി രണ്ട് സ്ഥിതികളെയും നല്ല രീതിയിൽ മക്കൾ മനസ്സിലാക്കി കഴിഞ്ഞു. രണ്ട് സ്ഥിതികളിലും സ്ഥിതി ചെയ്യുന്നത് സഹജമായി അനുഭവപ്പെടുന്നുണ്ടോ? അതോ സാകാരസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നത് സഹജമായി തോന്നുകയും നിരാകാരസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുവാൻ പരിശ്രമം വേണ്ടിവരികയും ചെയ്യുന്നുണ്ടോ? സങ്കൽപ്പിച്ചു, സ്ഥിതിയിൽ വന്നു. സെക്കൻഡിലെ സങ്കല്പം കൊണ്ട് എവിടെ ആഗ്രഹിക്കുന്നുവോ അവിടെ സ്ഥിതി ചെയ്യുവാൻ സാധിക്കണം. സങ്കല്പമാണ് ഉയരത്തിലേക്ക് കൊണ്ടുപോകുവാനും താഴേക്ക് കൊണ്ടുവരുവാനുമുള്ള ആത്മീയ ലിഫ്റ്റ്. അതിലൂടെ സർവശ്രേഷ്ഠമായ, അതായത് ഉയർന്ന ലക്ഷ്യത്തിൽ കുട്ടികൾ എത്തിച്ചേരൂ. അതായത് നിരാകാരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ, അല്ലെങ്കിൽ സങ്കല്പം കൊണ്ട് ആകാരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ, അതുമല്ലെങ്കിൽ തന്റെ സങ്കല്പത്താൽ സാകാരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. ഇങ്ങനെ പ്രാക്ടിക്കലായി അനുഭവം ചെയ്യാറുണ്ടോ? സങ്കല്പശക്തിയാൽ എവിടെ ആഗ്രഹിക്കുന്നുവോ അവിടെ നിലകൊള്ളുവാൻ സാധിക്കും. കാരണം ആത്മാവ് ഈ സൂക്ഷ്മ ശക്തിയുടെ അധികാരിയാണ്. മാസ്റ്റർ സർവശക്തിവാൻ എന്നാൽ സർവശക്തികളെയും എപ്പോൾ ആഗ്രഹിക്കുന്നുവോ, എവിടെ ആഗ്രഹിക്കുന്നുവോ, എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ പ്രയോഗത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുപോലൊരു അധികാരിയായ സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നുണ്ടോ? സങ്കല്പങ്ങളെ രചിക്കുന്ന രചയിതാവാണ് ഞാൻ എന്ന അനുഭവം സ്വയം ഉണ്ടാകാറുണ്ടോ? രചനയ്ക്ക്, അതായത് സങ്കല്പങ്ങൾക്ക് വശപ്പെടാറില്ലല്ലോ. ഒരു സെക്കൻഡിൽ ഏത് സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുവാനുള്ള നിർദ്ദേശം ബാബയിൽ നിന്ന് ലഭിക്കുന്നു, ആ സ്ഥിതിയിൽ തന്നെ സ്ഥിതി ചെയ്യുക. അങ്ങനെയുള്ള അഭ്യാസമുണ്ടോ? അതോ സങ്കല്പങ്ങളുമായി യുദ്ധം ചെയ്ത് സമയം നഷ്ടപ്പെടുത്താറുണ്ടോ? യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ സമയം തീർന്നു പോവുകയാണ്. സ്വയം സ്ഥിതി ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ അവരെ മാസ്റ്റർ സർവശക്തിവാൻ എന്ന് പറയുമോ, അതോ ക്ഷത്രിയൻ എന്ന് പറയുമോ? ക്ഷത്രിയൻ എന്നാൽ ചന്ദ്രവംശിയാണ്. വർത്തമാന സമയത്ത് വിശ്വമംഗളം ചെയ്യുന്നതിനുള്ള സഹജമായ മാർഗം തന്റെ ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഏകാഗ്രതയിലൂടെ സർവാത്മാക്കളുടെയും അലയുന്ന ബുദ്ധിയെ ഏകാഗ്രമാക്കുകയാണ്. മുഴുവൻ വിശ്വത്തിലെയും സർവാത്മാക്കളും വിശേഷമായി ആഗ്രഹിക്കുന്നതാണ് എന്റെ ബുദ്ധി ഏകാഗ്രമായെങ്കിൽ, എന്റെ മനസ്സിന്റെ ചഞ്ചലത വിട്ട് ഏകാഗ്രമായെങ്കിൽ എന്ന്. വിശ്വത്തിന്റെ ഈ ആഗ്രഹം അഥവാ ആവശ്യം എങ്ങനെ പൂർത്തീകരിക്കും? നിങ്ങൾക്ക് സ്വയം ഏകാഗ്രമാകാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റുള്ളവരെ ഏകാഗ്രമാക്കുവാൻ എങ്ങനെ സഹായിക്കാൻ കഴിയും? അതുകൊണ്ട് ഏകാഗ്രത എന്നാൽ സദാ ഒരേയൊരു ബാബ, രണ്ടാമതൊരാളില്ല എന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യാൻ കഴിയണം. ഇങ്ങനെ നിരന്തരം ഏകരസ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുവാനുള്ള വിശേഷ അഭ്യാസം ചെയ്യൂ. അതിനുവേണ്ടി എങ്ങനെയാണോ കേൾപ്പിച്ചിരുന്നത്, അതായത് സങ്കല്പങ്ങളെ ശുദ്ധ സങ്കല്പങ്ങളാക്കി പരിവർത്തനം ചെയ്യൂ. രണ്ടാമത്തത്, മായ വരാൻ സാധ്യതയുള്ള അനേക തരത്തിലെ വിഘ്നങ്ങളെ തന്റെ ഈശ്വരീയ സ്നേഹത്തിന്റെ ആധാരത്തിൽ സഹജമായി സമാപ്തമാക്കി ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കൂ. വിഘ്നങ്ങളെ ഭയപ്പെടുന്നതിന്റെ മുഖ്യമായ കാരണം എന്താണ്? എപ്പോഴെല്ലാം വിഘ്നം വരുന്നു അപ്പോഴെല്ലാം കുട്ടികൾ ഒരു കാര്യം മറന്നുപോകുന്നു. അതായത് സ്നേഹത്തിന്റെ പരീക്ഷയിൽ ഇതെല്ലാം വരുമെന്ന് ബാബ്ദാദ മുൻപേ അറിവ് നൽകിയിട്ടുണ്ട്. വിഘ്നം വരുമെന്ന് മുൻപേ തന്നെ അറിയാമെങ്കിൽ പിന്നെ വിഘ്നം വരുമ്പോൾ എന്തിനു ഭയപ്പെടണം? അതിനെ പുതിയ കാര്യമായി വിചാരിക്കുന്നത് എന്തിനാണ്? മായ വരുന്നത് എന്തുകൊണ്ട്? ബുദ്ധി അലയുന്നത് എന്തുകൊണ്ട്? അന്തരീക്ഷം അതിന്റെ പ്രഭാവത്തിലേക്ക് എന്നെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ട്? എന്റെ ബന്ധുമിത്രാദികൾ എന്റെ കൂടെ നിൽക്കാത്തത് എന്തുകൊണ്ട്?
ഇപ്പോഴും പഴയ സംസ്കാരങ്ങൾ എന്തുകൊണ്ട് എന്നിൽ നിന്ന് പുറത്തേക്ക് വരുന്നു? ഈ ചോദ്യങ്ങളെല്ലാം വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്നതിന് പകരം ബാബയുടെ സ്നേഹത്തിൽ നിങ്ങളെ അകറ്റുവാൻ നിമിത്തമായി തീരുന്നു. ബാബ നൽകിയ ഈ മഹാവാക്യം മറന്നുപോകുന്നു കുട്ടികൾ. എത്രമാത്രം നിങ്ങൾ മുന്നോട്ടു പോകുന്നുവോ അത്രത്തോളം മായ ഭിന്ന ഭിന്ന രൂപത്തിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വരും. അതിനാൽ പരീക്ഷ മുന്നോട്ടു കൊണ്ടുപോകാനുള്ള സാധനമാണ്, അതെന്നെ വീഴ്ത്തുവാനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ കാരണത്തെ നിവാരണം ചെയ്യുന്നതിന് പകരം കാരണത്തെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് കുട്ടികൾ സമയം പാഴാക്കുന്നു, ശക്തിയും പാഴാക്കുന്നു. കാരണത്തിനു പകരം നിവാരണത്തെക്കുറിച്ച് ചിന്തിക്കൂ, അപ്പോൾ നിർവിഘ്നമാകും. എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ചിന്തിക്കരുത്, പകരം ഇത് വരേണ്ടതായിരുന്നു. ഈ സ്മൃതിയിലിരിക്കൂ, അപ്പോൾ നിങ്ങൾ സമർത്ഥ സ്വരൂപം, അതായത് ശക്തി സ്വരൂപമായി മാറും. രണ്ടാമത്തെ കാര്യം, കൊച്ചു കൊച്ചു വിഘ്നങ്ങളിൽ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിലൂടെ വ്യർത്ഥ സങ്കല്പങ്ങളുടെ ക്യൂ തന്നെ സൃഷ്ടിക്കുന്നു. ഈ ക്യൂ സമാപ്തമാക്കുന്നതിന് വളരെയധികം സമയവും പാഴാകുന്നു. അതുകൊണ്ട് ഇത് മുഖ്യമായ ദുർബലതയാണ്. ഈ ദുർബലതയുള്ളവർക്ക് ജ്ഞാനസ്വരൂപം അഥവാ നോളജ്ഫുൾ സ്ഥിതിയിൽ സ്ഥിതി ചെയ്തിട്ടും വിഘ്നങ്ങളെ മറികടക്കാൻ സാധിക്കില്ല. ജ്ഞാനിയാണ്, പക്ഷെ മക്കളെ ജ്ഞാനസ്വരൂപമാകേണ്ടതുണ്ട്. അതായത് ജ്ഞാനത്തെ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നവരായി മാറണം. മറ്റൊന്ന്, അന്തരീക്ഷത്തിന്റെ പ്രഭാവം എന്തുകൊണ്ട് എന്റെ മേലുണ്ടാകുന്നു? അതിന്റെയും കാരണം എന്താണ്? തന്റെ ശക്തിശാലിയായ മനോവൃത്തിയിലൂടെ അന്തരീക്ഷത്തെ പരിവർത്തനപ്പെടുത്തേണ്ടവരാണ് താങ്കൾ. ഈ സ്മൃതി നിങ്ങളിൽ ഇല്ലാതാകുന്നു. വിശ്വപരിവർത്തകരാണ് എന്ന് പറയുമ്പോൾ വിശ്വപരിവർത്തനത്തിൽ വായുമണ്ഡലത്തിന്റെ പരിവർത്തനവും വരണമല്ലോ. അശുദ്ധമായതിനെ ശുദ്ധമാക്കുവാൻ ഞാൻ നിമിത്തമാണ്. പിന്നെ എന്തിനിങ്ങനെ ചിന്തിക്കണം? വായുമണ്ഡലം അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാനും ദുർബലനായിപ്പോയി. മക്കളെ, ഇത് കലിയുഗി തമോ പ്രധാന ആസുരീയ സൃഷ്ടിയല്ലേ? അതിനാൽ ഈ കലിയുഗി സൃഷ്ടിയിൽ അന്തരീക്ഷം അശുദ്ധമല്ലാതെ പിന്നെ എങ്ങനെയിരിക്കും? തമോ ഗുണി സൃഷ്ടിയുടെ മധ്യത്തിൽ കഴിഞ്ഞുകൊണ്ട് അന്തരീക്ഷത്തെ പരിവർത്തനപ്പെടുത്തുക, ഇതാണ് താങ്കൾ ബ്രാഹ്മണ കുട്ടികളുടെ കർത്തവ്യം. സ്വന്തം കർത്തവ്യത്തിന്റെ സ്മൃതിയിലിരിക്കുകയാണെങ്കിൽ, അതായത് സൃഷ്ടികർത്താവാണ് ഞാൻ, മാസ്റ്റർ രചയിതാവാണ് ഞാൻ, ഈ സ്ഥിതിയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അന്തരീക്ഷത്തിന് അഥവാ രചനയ്ക്ക് താങ്കൾ ഒരിക്കലും വശപ്പെടില്ല. പരിവർത്തകരാണ്, എന്നിട്ട് എങ്ങനെ പരിവർത്തനപ്പെടും എന്ന് ചിന്തിക്കുന്നതിന് പകരം, എങ്ങനെ പരിവർത്തനപ്പെടുത്തുമെന്ന് ചിന്തിക്കുന്നതിന് പകരം, അന്തരീക്ഷം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ദുർബലനായി, അന്തരീക്ഷം മാറിയാൽ ഞാനും മാറാം, അന്തരീക്ഷം നല്ലതാണെങ്കിൽ സ്ഥിതി നല്ലതായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നു. എന്നാൽ അന്തരീക്ഷത്തെ ആരാണ് മാറ്റേണ്ടത്? അത് മറന്നുപോകുന്നു. അങ്ങനെ അന്തരീക്ഷത്തിന്റെ പ്രഭാവത്തിലേക്ക് കുട്ടികൾ വരുന്നു. പിന്നെ പറയുന്നത് എന്താണ്? ബാബ, എന്റെ ബന്ധുമിത്രാദികൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, എന്നോടൊപ്പം നിൽക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് ശക്തിശാലിയാകാൻ കഴിയുന്നില്ല. ബാബ്ദാദ മുൻപും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഓരോ ആത്മാവിനും ഈ നാടകത്തിൽ തന്റേതായ പാർട്ടാണുള്ളത്. ചിലർ സദോ ഗുണിയായിരിക്കും, ചിലർ രജോ ഗുണിയായിരിക്കും, മറ്റു ചിലർ തമോ ഗുണിയായിരിക്കും. വൈവിധ്യമാർന്ന പാർട്ടുള്ളതുകൊണ്ടാണ് ഈ നാടകത്തിനും വൈവിധ്യമാർന്ന ദൃശ്യങ്ങൾ രചിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എല്ലാ ആത്മാക്കളും ഒരേപോലെയുള്ള പാർട്ട് അഭിനയിക്കുക സാധ്യമല്ലല്ലോ. അഥവാ ഏതെങ്കിലും ആത്മാവിൻ്റേത് ഒരു തമോഗുണി പാർട്ടാണെങ്കിൽ, അതായത് അജ്ഞാനത്തിന്റെ പാർട്ടാണെങ്കിൽ, അവരെ പ്രതിയും ശുഭഭാവനയിലൂടെ ശുഭകാമനയിലൂടെ അവർക്കും ശക്തിയും ശാന്തിയും നൽകൂ. പക്ഷേ ആ അജ്ഞാനത്തിന്റെ പാർട്ട് കണ്ടിട്ട് താൻ ശ്രേഷ്ഠസ്ഥിതിയിലിരിക്കണം എന്ന കാര്യം കുട്ടികൾ മറന്നു പോകരുത്. നിങ്ങൾ എന്തുകൊണ്ടത് മറക്കുന്നു? തന്റെ സ്ഥിതിക്ക് എന്തുകൊണ്ട് ഇളക്കം വരുന്നു? സാക്ഷിയായി പാർട്ട് കാണുന്നുവെങ്കിൽ ഇളക്കം വരില്ല. ഏത് ശക്തിയുടെ ദാനമാണോ നൽകേണ്ടത് അവർക്കത് നൽകൂ. പക്ഷെ ആരുടെയും പാർട്ട് കണ്ട് ഭയപ്പെടരുത്. തന്റെ സദോപ്രധാന പാർട്ടിൽ സ്ഥിതി ചെയ്യൂ. തമോ ഗുണി ആത്മാവിന്റെ കൂട്ടുകെട്ടിന്റെ നിറം താങ്കളുടെ മേൽ വരരുത്. സദാ ബാബയുടെ ശ്രേഷ്ഠ സംഘത്തിലിരിക്കാൻ അപ്പോൾ താങ്കൾക്ക് കഴിയില്ല.
സദാ ബാബയുടെ ശ്രേഷ്ഠമായ കൂട്ടുകെട്ടിൽ ഇരിക്കുന്നവർക്ക് അവരുടെ മേൽ മറ്റാരുടെയും കൂട്ടുകെട്ടിന്റെ നിറത്തിന്റെ പ്രഭാവം ഉണ്ടാകില്ല. അതുകൊണ്ട് മക്കൾ നിവാരണത്തെക്കുറിച്ച് ചിന്തിക്കൂ. പിന്നെ പറയുന്ന അടുത്ത പരാതി എന്താണ്? ബാബ എന്റെ ഇന്ന ബന്ധുവിന്റെ ബുദ്ധിയുടെ പൂട്ട് തുറക്കൂ. ബാബ സർവാത്മാക്കളുടെയും ബുദ്ധിയുടെ പൂട്ട് തുറക്കുന്നതിനുള്ള താക്കോൽ ആദ്യമേ തന്നെ കുട്ടികളുടെ കയ്യിൽ തന്നിട്ടുണ്ടല്ലോ. ആ താക്കോൽ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്? താൻ ചെയ്യേണ്ട കാര്യം മറന്നിട്ട് ബാബയെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നു. ബാബ, അങ്ങ് തന്നെയാണ് ഇവരുടെ ബുദ്ധിയുടെ പൂട്ട് തുറക്കേണ്ടത്, അല്ലെങ്കിൽ പരിവർത്തനപ്പെടുത്തൂ. ബാബ ആത്മരൂപിയായ മുഴുവൻ കുട്ടികളെ പ്രതിയും സദാ വിശ്വമംഗളകാരി തന്നെയാണ്. പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും ബാബയെ ഓർമ്മിപ്പിക്കുന്നത്? ബാബ അവരുടെ ബുദ്ധിയുടെ പൂട്ട് തുറക്കൂ എന്ന്. ബാബ നിങ്ങളെപ്പോലെ മറവിക്കാരനാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ബാബയോട് നിങ്ങൾക്കൊന്നും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമേയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പരിധിയുള്ള പാർട്ടിലെ ബന്ധുക്കളെ ഓർമ്മയുള്ളതുപോലെ ബാബയ്ക്ക് തന്റെ ബന്ധുക്കളായ നിങ്ങൾ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും സദാ ഓർമ്മയുണ്ട്. ബാബയ്ക്ക് ഒരിക്കലും തന്റെ മക്കളെ മറക്കാൻ കഴിയില്ല. എന്നാൽ ബാബയ്ക്കറിയാം ഓരോ ആത്മാവിനും തന്റേതായ പാർട്ടാണ് ഈ നാടകത്തിൽ സമയാസമയങ്ങളിൽ അഭിനയിക്കാനുള്ളത്. ചിലർക്ക് നാടകത്തില് ഈ ജ്ഞാനമാർഗത്തിൽ ആദിയിൽ വരാനുള്ള പാർട്ടുണ്ട്, ചിലർക്ക് മധ്യഭാഗത്തിൽ വരാനാണ് പാർട്ട്, ചിലർക്ക് അന്തിമത്തിലാണ് വരാൻ പാർട്ടുള്ളത്, ചിലർക്ക് ഭക്തിയുടെ പാർട്ടാണ്, ചിലർക്ക് ജ്ഞാനത്തിന്റെ പാർട്ടാണ്. അതുകൊണ്ട് പൂട്ട് എപ്പോൾ തുറക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ബുദ്ധിയുടെ പൂട്ട് തുറക്കാനുള്ള മാർഗമാണ് സദാ തന്റെ മനസാ സങ്കല്പത്തിലൂടെ അവരെ പ്രതി സേവനം ചെയ്യൂ. തന്റെ ചിന്തകളിലൂടെ വായുമണ്ഡലത്തെ പരിവർത്തനപ്പെടുത്തുവാനുള്ള സേവനം അത് കുട്ടികൾ ചെയ്യണം. തന്റെ ജീവിതം പരിവർത്തനപ്പെടുത്തി ആ പരിവർത്തനപ്പെട്ട ജീവിതത്തിലൂടെ മറ്റുള്ളവരുടെ സേവനം ചെയ്യൂ. ഇത് നിങ്ങൾ കുട്ടികളുടെ കടമയാണ്. നിങ്ങൾ ചെയ്യേണ്ട കടമകൾ നിങ്ങൾ നിറവേറ്റിക്കൊണ്ടുപോകൂ. ഇനി വീണ്ടും വീണ്ടും പൂട്ട് തുറക്കൂ എന്ന് ബാബയോട് പറയരുത്. നിങ്ങളുടെ പൂട്ട് തുറന്നെങ്കിൽ അവരുടെയും തുറക്കുക തന്നെ ചെയ്യും. മുഖ്യമായി 3 കാര്യങ്ങൾ വീണ്ടും വീണ്ടും എഴുതുകയും പറയുകയും ചെയ്യാറുണ്ട് കുട്ടികൾ. എന്താണത്? ബാബ, എനിക്ക് യോഗം എന്തുകൊണ്ട് ശരിയായി കിട്ടുന്നില്ല? ബുദ്ധിയുടെ പൂട്ട് എന്തുകൊണ്ട് തുറക്കുന്നില്ല? 3ാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് മായ വരുന്നത്? ഇപ്രകാരം ധാരാളം കുട്ടികൾ ചിന്തിക്കുന്നു. ആരുടെ ഉള്ളിൽ കൂടുതൽ ചിന്തകൾ നടക്കുന്നോ അവരെ കാണുമ്പോൾ മായയ്ക്കും വളരെ രസമാണ്. എന്തുകൊണ്ടെന്നാൽ മല്ലയുദ്ധം നടക്കുമ്പോൾ ഒരാൾ വീഴാൻ പോകുന്നു എന്ന് കാണുമ്പോൾ മറ്റേയാൾ ആനന്ദിക്കും. താഴെ വീഴ്ത്തിയിട്ട് പിന്നീട് എഴുന്നേൽപ്പിക്കും. എപ്പോഴാണോ ഇങ്ങനെ കുട്ടികളുടെ ഉള്ളിൽ ചിന്തനങ്ങൾ വരുന്നത് അപ്പോഴാണ് മായയും വരുന്നത്. എന്തുകൊണ്ട് മായ വരുന്നു? നിങ്ങൾ ഭയപ്പെട്ടു എന്ന് കാണുമ്പോൾ മായ ഒന്നുകൂടി നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യും. അതുകൊണ്ട് ബാബ മുൻപേ കൂട്ടി മക്കൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, മക്കളെ മായ വരിക തന്നെ ചെയ്യും. മായ വരുന്നു എന്നാൽ അർത്ഥം വിജയിയാകുവാൻ കുട്ടികൾ നിമിത്തമാകുന്നു. ശക്തികളുടെ പ്രാപ്തിയെ അനുഭവത്തിൽ കൊണ്ടുവരാൻ കാരണമാകുന്നത് മായയാണ്. മായയില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ശക്തിയുണ്ട് എന്നുള്ളത് എങ്ങനെ അറിയും? ശത്രു നിലനിൽക്കുമ്പോൾ വിജയി എന്നെങ്ങനെ പറയും? വിജയി രത്നമാകാൻ നിമിത്തമാക്കുന്നത് മായയുടെ ഈ കൊച്ചു കൊച്ചു രൂപങ്ങളാണ്. അതുകൊണ്ട് മായാചീത്തെന്ന് മനസ്സിലാക്കി വിജയി രത്നമെന്ന് മനസ്സിലാക്കി മായയ്ക്കുമേൽ വിജയം പ്രാപ്തമാക്കണം. മനസ്സിലായോ മക്കൾക്ക്? മാസ്റ്റർ സർവശക്തിവാന്മാരാണ്. മക്കൾ ദുർബലരാകരുത്, മായയെ വെല്ലുവിളിക്കുന്നവരാകണം. ശരി, സദാ മായാജീത്തും ജഗത്ജീത്തുമായ അന്തരീക്ഷത്തെ സമർത്ഥ ചിന്തകളിലൂടെ സദോപ്രധാനമാക്കുന്നവരായ ശ്രേഷ്ഠ മതത്തിലൂടെയും ബാബയുടെ കൂട്ടുകെട്ടിലൂടെയും അനേകം മായാവി സംഘദോഷത്തെ മറികടന്ന് സദാ ജ്ഞാന സ്വരൂപ ശക്തി സ്വരൂപ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന സദാ വിജയി രത്നങ്ങൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും നമസ്കാരവും. ബാബ്ദാദയ്ക്കും സ്നേഹസ്മരണകളും നമസ്കാരവും. ഇനി മുരളിയിൽ ഗ്രൂപ്പിനോടൊപ്പം ബാബ സംസാരിച്ചതുണ്ട്. സംഗമയുഗത്തിലെ വലുതിലും വലിയ ഖജനാവ് ഏതാണ്? ഏറ്റവും വലിയ ഖജനാവാണ് അതീന്ദ്രിയ സുഖം.
അത് മറ്റൊരു യുഗത്തിലും പ്രാപ്തമല്ല. സത്യുഗത്തിലും അതീന്ദ്രിയ സുഖം വർണ്ണിക്കില്ല. ഈ അതീന്ദ്രിയ സുഖം ഇപ്പോഴത്തെ മാത്രം ഖജനാവാണ്. ഈ ഖജനാവിന്റെ അനുഭവം കുട്ടികൾക്കുണ്ടോ? ഏറ്റവും മഹത്തായ വസ്തു അഥവാ ഏറ്റവും നല്ലതായി തോന്നുന്നതിനെ ഒരിക്കലും മറക്കുക സാധ്യമല്ല. അതീന്ദ്രിയ സുഖം ഏറ്റവും വലുതിലും വലുതും നല്ലതിലും നല്ലതുമായ ഖജനാവാണ്. അതിനാൽ അത് സദാ ഓർമ്മയിലുണ്ടായിരിക്കണം. ഓർമ്മ എന്നാൽ അനുഭവത്തിൽ വരിക. ഈ അനുഭവത്തിൽ വരുന്നവർ ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് ഒരിക്കലും പോകില്ല. ആരാണോ സദാ അതീന്ദ്രിയ സുഖത്തിലിരിക്കാത്തത് അവർ ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് ആകർഷിതരാകും. ഇന്ദ്രിയ സുഖത്തിന്റെ അനുഭവികളാണല്ലോ എല്ലാവരും, അല്ലേ? ഈ അല്പകാല സുഖത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എങ്ങനെ ഇന്നത്തെ കാലത്ത് കയ്പുള്ള മരുന്നിനുമേൽ മധുരമുള്ള ബോർഡ് വയ്ക്കുന്നുവോ അതുപോലെ ഈ ഇന്ദ്രിയ സുഖം സുഖമാണെന്ന് പുറമേ കാണപ്പെടുന്നു. എന്നാൽ അതിലുള്ളതെന്താണ്? ദുഃഖമാണുള്ളതെന്ന് മനസ്സിലാക്കിയിട്ടും വീണ്ടും അതിന്റെ ആകർഷണത്തിലേക്ക് വരുന്നത് എന്തുകൊണ്ട്? സദാ സ്വയത്തെ വിശേഷ പാർട്ടധാരിയാണെന്ന് മനസ്സിലാക്കി പാർട്ട് അഭിനയിക്കാറുണ്ടോ? വിശേഷ പാർട്ടധാരികളുടെ ഓരോ രംഗവും വിശേഷപ്പെട്ടതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഓരോ കർമ്മത്തിന്റെ മേലും അത്രയും ശ്രദ്ധയുണ്ടോ? മക്കളുടെ ഒരു കർമ്മവും സാധാരണമാകരുത്. സാധാരണ ആത്മാക്കൾ എന്ത് കർമ്മം ചെയ്താലും അത് ദേഹാഭിമാനത്തിലായിരിക്കും. വിശേഷാത്മാക്കൾ ആത്മാഭിമാനിയായി കർമ്മം ചെയ്യുന്നു. ആത്മാഭിമാനിയായി പാർട്ടഭിനയിക്കുന്നവരുടെ റിസൾട്ട് എന്തായിരിക്കും? അവർ സ്വയം സന്തുഷ്ടരായിരിക്കും. മറ്റുള്ളവരും അവരിൽ സന്തുഷ്ടരായിരിക്കും. നല്ല രീതിയിൽ ഒരാൾ അഭിനയം കാഴ്ചവെക്കുമ്പോൾ കാണികൾ വൺസ് മോർ, അതായത് ഒരിക്കൽ കൂടി എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും സന്തുഷ്ടമാക്കണം എന്നാൽ, എല്ലാവരെയും സന്തുഷ്ടമാക്കുക എന്നാൽ വൺസ് മോർ, ഒരിക്കൽ കൂടി എന്ന് മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നത് പോലെയുള്ള പാർട്ടാണ് താങ്കളുടേതെന്നർത്ഥം. സ്വയം സ്വയത്തോട് സന്തുഷ്ടമായിരിക്കുക വളരെ വലിയ കാര്യമല്ല മക്കളെ. പക്ഷേ സ്വയം സന്തുഷ്ടമായിരുന്നു കൊണ്ട് മറ്റുള്ളവരെയും സന്തുഷ്ടമാക്കുക, ഇതാണ് പൂർണ്ണമായ സ്ലോഗൻ. എപ്പോഴാണോ ആത്മാഭിമാനിയായിരുന്നു കൊണ്ട് വിശേഷ പാർട്ട് അഭിനയിക്കുന്നത്, അപ്പോഴേ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കൂ. ഇങ്ങനെ പാർട്ട് അഭിനയിക്കുമ്പോൾ ആനന്ദമുണ്ടാകും, സന്തോഷമുണ്ടാകും. സദാ സ്വയത്തിന്റെ ശ്രേഷ്ഠ സമാനമായ മാസ്റ്റർ സർവശക്തിവാൻ എന്ന സ്മൃതിയിലിരിക്കാറുണ്ടോ? ഏറ്റവും നല്ല സമാനം ഏതാണ്? മാസ്റ്റർ സർവശക്തിവാൻ. ഏതുപോലെ വലിയ ഓഫീസർമാർ അല്ലെങ്കിൽ രാജാവ് അവരുടെ സമാനത്തിന്റെ സീറ്റിൽ സ്ഥിതി ചെയ്യുമ്പോൾ മറ്റുള്ളവർ അവരെ ബഹുമാനിക്കുന്നു. സ്വയം സീറ്റിലില്ലെങ്കിലോ ആരും അവരുടെ ആജ്ഞ മാനിക്കില്ല. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സമാനത്തിന്റെ സീറ്റിൽ ഇരിക്കാത്തിടത്തോളം മായ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പണമാകില്ല, സറണ്ടർ ആവില്ല. കാരണം മായയ്ക്കറിയാം ഇവർ സീറ്റിൽ സെറ്റായിട്ടില്ല. സീറ്റിൽ സെറ്റാവുക എന്നാൽ സ്വയത്തെ മാസ്റ്റർ സർവശക്തിവാൻ എന്ന് മനസ്സിലാക്കി ജീവിക്കുകയാണ്. സംഗമയുഗം മാത്രമാണ് പ്രത്യക്ഷ ഫലത്തിന്റെ യുഗം. സത്യുഗത്തിലും സംഗമയുഗത്തിന്റെ ഫലമാണ് ലഭിക്കുന്നത്. സംഗമയുഗത്തിൽ 1ന് 100 മടങ്ങ് ഇരട്ടിയായി പ്രത്യക്ഷഫലം ലഭിക്കുന്നു. ഒറ്റ പ്രാവശ്യം മാത്രം സങ്കല്പമെടുക്കുന്നു, അതായത് ഞാൻ ബാബയുടേതാണ്. ഒരിക്കൽ എടുക്കുന്ന ഈ ദൃഢസങ്കല്പമാണ് അനേക ജന്മങ്ങളിലേക്ക് ഫലത്തിന്റെ ആധാരമായി മാറുന്നത്. ഒരിക്കൽ സങ്കല്പിച്ചു ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, അതായത് ഞാൻ സർവശക്തിവാന്റെ സന്താനമാണെന്ന സ്മൃതിയാണ് താങ്കളെ മായാജീത്താക്കുന്നത്, വിജയിയാക്കി മാറ്റി ലഹരി നൽകുന്നത്. പ്രത്യക്ഷഫലം സംഗമയുഗത്തിൽ മാത്രമാണ് ലഭിക്കുന്നത്. എങ്ങനെയാണോ വിത്ത് വിതയ്ക്കുമ്പോൾ ഫലം ലഭിക്കുന്നത്, അതുപോലെ സങ്കല്പം ചെയ്യുക അഥവാ പുരുഷാർത്ഥം ചെയ്യുക, ഇതാണ് ഇവിടെ ബീജം. അതിന്റെ ഫലം 1ന് 1,000,000 മടങ്ങായി സംഗമത്തിൽ തിരിച്ചു ലഭിക്കും. ഇതാണ് സംഗമയുഗത്തിന്റെ മഹിമ. ഏറ്റവും വലിയതിലും വലിയ ഫലമാണ് സംഗമയുഗത്തിൽ ബാബ പ്രത്യക്ഷ രൂപത്തിൽ കുട്ടികളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പരമാത്മാവ് സാകാര മനുഷ്യ ശരീരത്തിൽ കൂടി നമ്മളോടൊപ്പം കൂടിക്കാഴ്ച നടത്തുവാൻ വരുന്നു. ഈ ഒരു ഫലത്തിൽ മറ്റെല്ലാ ഫലങ്ങളും വന്നു ചേരുന്നു. ശരി, വരദാനം:
ഗീതയുടെ പാഠം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന നഷ്ടോ മോഹ സ്മൃതി സ്വരൂപരായി ഭവിക്കട്ടെ. ഗീതാജ്ഞാനത്തിന്റെ ആദ്യ പാഠമാണ് അശരീരി ആത്മാവായി മാറുക. ഗീതയിലെ അന്തിമ പാഠമാണ് നഷ്ടോ മോഹ സ്മൃതി സ്വരൂപരാക്കുക. ആദ്യ പാഠം വിധിയാണ്. അന്തിമ പാഠം ഈ വിധിയിലൂടെ കിട്ടുന്ന സിദ്ധിയാണ്. ഓരോ നിമിഷവും ആദ്യം സ്വയം ഈ പാഠം പഠിക്കൂ, അതിനുശേഷം മറ്റുള്ളവരെ പഠിപ്പിക്കൂ. ഇങ്ങനെയുള്ള ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്തു കാണിക്കൂ. അതായത് താങ്കൾ കുട്ടികളുടെ ശ്രേഷ്ഠ കർമ്മങ്ങൾ കണ്ട് അനേകാത്മാക്കൾക്ക് ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്ത് അവരുടെ ശ്രേഷ്ഠ ഭാഗ്യരേഖ ഉണ്ടാക്കുവാൻ കഴിയട്ടെ. ശ്ലോകൻ: പരമാത്മ സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയാണെങ്കിൽ പരിശ്രമത്തിൽ നിന്നും മുക്തരാകും. ഓം ശാന്തി.